പോകുന്ന വഴിക്ക് പെരിന്തൽമണ്ണ ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ കുഞ്ചൂസിന്റെ അടുത്ത് കൂടെ പോവാന്നാ ഞാൻ വിചാരിച്ചത് കേട്ടോ. ഷോളൊന്നും ഡിസൈൻ ചെയ്യാണ്ട് ഞങ്ങൾക്ക് സൈഡ് ഷോളൊക്കെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പൊ പ്രോട്ടീൻ ആ ദാരിദ്ര്യം ലുക്ക് പണ്ട് ഞാൻ ഷെഫ് കുട്ടിനെ കുറെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ഷെഫ് കുട്ടൻ എന്റെ മോനെ പഠിപ്പിക്കാറായി. ഇവിടെ പറ്റിയിട്ട് ഇതെന്താ ട്രിഗ്നോമെട്രി ആണോ? അങ്ങനെ മരടിച്ചു പോയത് ഞാനിത്. ഇത് മറ്റേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാവുന്നാണ് വാപ്പ വിചാരിച്ച്. ഞങ്ങൾ എണീക്കാൻ സ്വല്പം ലേറ്റ് ആയപ്പോ വാപ്പ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു കഴിച്ചു. പക്ഷെ ഞങ്ങൾക്ക് പാർസൽ അപ്പൊ ഓൾക്ക് പാർസലൊക്കെ ആക്കി കൊടുത്ത്. ഇന്നൂക്കുള്ളൊരു പാർസൽ കിട്ടി, അനുമൂക്കുള്ള പാർസൽ കിട്ടിയോ? ആ ഇമ്മ പാർസലാക്കി. ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉപയോഗിക്കാന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ വെച്ച് നാളെ ഉപയോഗിക്കാന്ന് വിചാരിച്ചാണ്. അപ്പൊ നെയ്ച്ചോറും ചിക്കനൊക്കെ പാർസലാക്കി കൊടുത്തു. ഈ പാത്രം ചിലപ്പോ ഇങ്ങോട്ട് തിരിച്ചു വരും. വെറുതെ കേട്ടോ, വെറുതെ തന്നെ കൊല്ലു. അതിൽ എന്തെങ്കിലും ഉണ്ണിയപ്പെട്ട് തരാൻ പറയണം മമ്മോട്. എന്റെ പാക്ക് ആക്കിയോ? നല്ല മമ്മ നെയ്മീൻ കൊടുത്തു വിട്ട പാത്രത്തിൽ. ഓക്കെ, നെയ്മീന് പകരം നെയ്ച്ചോറ് എങ്ങനെ? അതെ, പെട്ടെന്ന് ഒന്ന് റെഡി ആവേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാം. ഡ്രസ്സ് എടുക്കാണ്ടെന്നല്ല, അതായത് നമ്മുടെ കുഞ്ചൂസിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതപ്പോൾ ഇന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടി പോവാണ്. എന്തെങ്കിലും ഷേപ്പോ കാര്യങ്ങളോ, പിന്നെ നമുക്കൊരു സൈഡ് ഷാൾ കൂടി ചെയ്യാനുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടി. അപ്പം ഒന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഡ്രസ്സ് നമ്മൾ വീട്ടിൽ ഡിസൈൻ ചെയ്യാൻ കൊടുത്തത്, പക്ഷെ എന്നാൽ കൂടി അത് ഇട്ടിട്ട് വീണ്ടും അവിടെ കാണുമ്പോഴൊക്കെയുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അപ്പൊ ഇന്ന് അതിന് വേണ്ടി പെരിന്തൽമണ്ണക്ക് പോവാണ് കേട്ടോ. ഇവിടെ മക്കളൊക്കെ ഉണ്ട്. ഇന്നലെ വന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് കണ്ടു നോക്കിക്കോ. ഇന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. ഷെഫ് കുട്ടനും ഉണ്ണിമോനും ഇന്നുമോളും അനുമോളും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം. അപ്പോൾ എന്താണ് പറയുക, അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം അനുമോളെയും നമുക്ക് പോകുന്ന വഴിക്ക് പെരിന്തൽമണ്ണ ഡ്രോപ്പ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ കുഞ്ചൂസിൻ്റെ അടുത്ത് കൂടെ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ കൂടെ ജാസ്മിൻ കുട്ടി കൂടി വരുന്നുണ്ട്. അവൾക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ കല്യാണത്തിന് തന്നെ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവളും സൂലും നെജിത്തൊക്കെ കൂടി അവിടുന്ന് ഡ്രസ്സ് നോക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ കുഞ്ചൂസിൻ്റെ വെഡ്ഡിങ് ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. വെഡ്ഡിങ്ങിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര ടെൻഷനാണ്. അതായത് ടെൻഷൻ തന്നെ ഉണ്ടാവില്ല, എത്രയൊക്കെ നമ്മൾ ഒരുക്കി വെച്ചാലും ആ ലാസ്റ്റ് നിമിഷം വരെ ഓടേണ്ടി വരും. നമ്മളിങ്ങനെ പറയുന്നത് 1 വർഷം മുന്നേ നമ്മൾ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്താണ്. അതിനിപ്പോൾ 1 വർഷമായാലും 2 വർഷമായാലും ലാസ്റ്റ് മിനിറ്റ് ഓട്ടം എന്ന് പറഞ്ഞാൽ അത് ലാസ്റ്റ് മിനിറ്റ് ഓട്ടം തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറേ പേരില്ല, എല്ലാവരുടെയും ഡ്രസ്സ് ഡിസൈനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ്. അതിനൊപ്പം തന്നെ ബേജാറുമാണ്. എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നത് വരെ ആ ഒരു ടെൻഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ അടുത്ത മാസം മുതൽ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളെല്ലാം നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ലൈക്ക് കൊടുക്കണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോഴുള്ള നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ സമയത്തും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെ ഫുൾ മേക്കപ്പ് ചെയ്യാറില്ല. സ്കിൻ കെയർ ചെയ്യും, പിന്നെ ബ്ലഷ് ഇടും, അതുപോലെ ലിപ്സ്റ്റിക്, ഐ മേക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം ചില ദിവസം നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ സ്കിന്ന് കുറച്ച് ക്ലിയർ ആണല്ലോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല. ഒന്നാമത് അടുപ്പിച്ചിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് മേക്കപ്പ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇന്ന് കുറച്ച് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് സ്കിൻ കെയറിന്റെ കാര്യം. സ്കിൻ കെയർ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്. ഞാൻ ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് കഴിഞ്ഞൊരു 1 വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് സ്കിന്ന് നല്ലൊന്ന് ഈവൻ ടോൺ ആവാനും ഒന്ന് ബ്രൈറ്റ് ആവാനും, നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ സ്കിൻ
ഒന്ന് ഗ്ലോ ആവാനൊക്കെ ഏറ്റവും നല്ല സ്കിൻ കെയർ പ്രോഡക്റ്റ് ഏതാന്നൊക്കെ. അപ്പൊ അതിൽ ഇതാ നിയാസിനമൈഡ് എല്ലാവർക്കും അറിയണ്ടാവും. നിയാസിനമൈഡിന്റെ സെറം ഒരുപാട് ബ്രാൻഡിന്റെ അവൈലബിൾ ആണ്. പക്ഷെ ഡെർമാക്കോയുടെ ഒരു 10% നിയാസിനമൈഡ് സെറം ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ നിയാസിനമൈഡ് സെറാണ് യൂസ് ചെയ്യാറ്, പക്ഷെ സ്കിന്നിന് ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ ഇരിക്കുകയാണ്, ഒരു ചേഞ്ച് ഒന്നും കാണുന്നില്ല. അപ്പൊ ചേഞ്ച് കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്ന നിയാസിനമൈഡ് സെറം കറക്റ്റ് അല്ല എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇതിൽ ഡീപ്പ് പെനിട്രേഷൻ ഫോർമുല ഉണ്ട്. അതായത് നമ്മുടെ സ്കിന്നിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് അത് പെനിട്രേറ്റ് ചെയ്യും, സ്കിൻ അത് അബ്സോർബ് ചെയ്യും, ആ സ്കിന്നിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് ഡെർമാക്കോയുടെ ഈ ഒരു 10% നിയാസിനമൈഡ് ഫേസ് സെറം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. നമ്മൾ ഹോളിവുഡ് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഫോട്ടോസ് കാണുമ്പോൾ അവരുടെ സ്കിന്നിന്റെ ആ ഒരു ക്ലിയർ ആയിട്ടുള്ളതും ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അതുപോലെ ആയെങ്കിൽ എന്നൊക്കെ തോന്നും. പക്ഷെ ചിലരൊക്കെ ഇപ്പൊ വേഗം കമന്റ് ചെയ്യും കേട്ടോ, അതൊക്കെ മൊത്തം മേക്കപ്പ് അല്ലേ എന്നുള്ളത്. എന്നോട് എപ്പോഴും പറയുന്ന പോലെ മേക്കപ്പ് ആണെങ്കിൽ കൂടി എന്താ പറയാ, ഒരു ക്യാൻവാസ് നന്നായാലല്ലേ ചിത്രം നന്നാവുള്ളൂ. അപ്പൊ നമ്മുടെ ക്യാൻവാസ് കൂടി ഒന്ന് നന്നാക്കി വെക്കുക എന്നുള്ളത് മെയിൻ അല്ലേ. അപ്പൊ നമ്മുടെ ഡെർമാക്കോയുടെ ഒരു നിയാസിനമൈഡ് ഫേസ് സെറത്തിൽ നിയാസിനമൈഡ് അതുപോലെ സിങ്ക് PC അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഡേ സ്കിൻ കെയർ റൂട്ടിന് ഉപയോഗിക്കാം, അതുപോലെ നൈറ്റ് കെയർ റൂട്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ധൈര്യമായിട്ട് യൂസ് ചെയ്യുക, കാരണം ഇത് ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. പിന്നെ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആവുന്നതുകൊണ്ട് തന്നെ ഒട്ടും സ്റ്റിക്കി ആവില്ല. അതുപോലെ നൈറ്റ് ആണെങ്കിലും സ്കിൻ കെയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. സ്കിന്നിൽ ഭയങ്കരമായിട്ട് അബ്സോർബ് ആയി പോകും. സാധാരണ നിയാസിനമൈഡ് ഫേസ് സെറത്തിൽ നിന്ന് ഇത് ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചത് ഇതെന്റെ ഒരു 4th ബോട്ടിലായിരിക്കും മേ ബി. ഇതുപോലെ ഇത് ഭയങ്കര വാട്ടറി ഫോർമുലയാണ് കേട്ടോ. കുറച്ച് കയ്യിലെടുക്കുന്നുണ്ട്. ഞാനിത് അബ്സോർബ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് സ്കിന്നിൽ അങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, അപ്ലൈ ചെയ്തപ്പോ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി. നമ്മൾ ഏത് ഫേസ് സെറം യൂസ് ചെയ്താലും ഒരു ടിഷ്യൂ പേപ്പർ മുഖത്ത് വെച്ച് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കും. പക്ഷെ നമ്മൾ നിയാസിനമൈഡ് ഫേസ് സെറം യൂസ് ചെയ്തിട്ട് നോക്കിയൊക്കെ ഇതെന്റെ സ്കിന്നിൽ ഒട്ടിപ്പിടിക്കുകയില്ല, കാരണം ഇത് ഒട്ടും സ്റ്റിക്കി അല്ല, സ്കിന്നിൽ ഫുള്ളായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഇത്ര ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആക്നെ മാർക്സിനെയും അതുപോലെ ബ്ലെമിഷസിനെയും അൺഈവൻ സ്കിൻ ടോണിനൊക്കെ മാറ്റി സ്കിന്ന് നല്ല ക്ലിയർ ആക്കാനും ഉള്ളിൽ നിന്നൊരു ഗ്ലോ തരാനൊക്കെ ഈ ഒരു നിയാസിനമൈഡ് സെറം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഡീപ്പ് പെനിട്രേഷൻ ഫോർമുല ഇല്ലാത്ത നിയാസിനമൈഡ് സെറാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒഴിവായിക്കോളൂ കേട്ടോ, അതുകൊണ്ട് ഒരു യൂസും ഇല്ല. അപ്പൊ ഡെർമാക്കോയുടെ ഒരു നിയാസിനമൈഡ് സെറം നിങ്ങൾക്ക് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിൾ, അതുപോലെ ഡെർമാക്കോയുടെ ആപ്പിലും വെബ്സൈറ്റിലും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചോളൂ, എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ബാക്കി റെഡി ആവട്ടെ. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് പർച്ചേസിങ്ങിന് പോവാം. ഓക്കെ, പെട്ടെന്നുള്ള യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇന്ന് പെരിന്തൽമണ്ണ പോവാനുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ജാസ്മിൻകുട്ടി സുലും അവർക്കും ഡ്രസ്സ് നോക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടായൊരു പ്ലാനാണ് അല്ലെ ഗൈസ്. അപ്പൊ പിള്ളേരുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ പോകും. ഇന്നപ്പോ കുഞ്ഞുമോളുടെ ഡ്രസ്സിന്റെ ട്രയൽ നോക്കുന്ന ദിവസമാണ് കേട്ടോ. അവര് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രയൽ നോക്കാൻ വേണ്ടിട്ട് പോവാണ്. ട്രയൽ നോക്കിയിട്ട് ഇന്ന് എടുക്കുമായിരിക്കും. അങ്ങനെ എല്ലാവരും കല്യാണത്തിന് ഓട്ടത്തിലാണ്. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഓടുന്നുണ്ട്. അപ്പൊ മറുപടി വിരുന്ന് വേഗം കഴിഞ്ഞു അല്ലേ, തീരെ സമയം കിട്ടില്ല. ഒരു ദിവസം പന്തറിഞ്ഞ പോലെ അതെ വന്നു ആ പോണു വന്നതേ പിന്നെ ഒറ്റ മൈൻഡില് ഉനോയും കളിച്ചു, ക്യാരംസും കളിച്ചു. ക്യാരംസ് രാവിലെ കളിക്കാൻ പറ്റില്ലല്ലോ, ക്യാരംസ് കളിച്ച് വെറുപ്പിച്ച് അതുകൊണ്ട് ഉറങ്ങിക്ക എന്തോരം ഉറക്കാറിയോ, എന്നിട്ട് ബോറടിക്കുക അത്ര നീച്ച പോലെയല്ല ക്യാരംസ്. ഇഷ്ടമായില്ല, നല്ല പൊരി വേലുള്ള ദിവസം ഉണ്ട് ഗൈസ്. ജാസ്മിൻ കുട്ടി കൂടി ഉണ്ട് കേട്ടോ, ജാസ്മിൻ കുട്ടിനെ എടുക്കട്ടെ. പോയോ ഓരോ ഉച്ചക്ക് ശേഷമാണല്ലേ. ആ എന്റെ ഡ്രൈവറുടെ ഉമ്മയാണ് കേട്ടോ. ഓക്കെ അന്നമ്മു. ഓക്കെ ബൈ ബൈ. വലൈക്കും അസ്സലാം. അപ്പഴാ കെട്ടിപ്പിടി. അന്ന് വെഡിങ് ആനിവേഴ്സറി ഉണ്ടല്ലേ, മറന്നിട്ടില്ല ഗൈസ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 9 വർഷമായി. വെഡിങ് ആനിവേഴ്സറി സമ്മാനം കൊടുത്തു. വളരെ സർപ്രൈസിങ് ആയിരുന്നില്ലേ ഇത്?
അപ്പൊ ഇത് ഡ്രസ്സൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെയുള്ള ഓർണമെന്റ്സ് നോക്കാൻ വേണ്ടി പോവാം. ഓക്കെ, കമോൺ. നമുക്കും ചിലപ്പോൾ ഒക്കൂട്ടുണ്ട് ഇതവിടുന്ന്. ഞാൻ ആദ്യം ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞിട്ട് ഇവിടെ വന്നവർ നമുക്ക് കിട്ടില്ല. പുതിയ എടുക്കണതിന്റെ എല്ലാ ഒരു പീസ് ഞാൻ എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ മതി. ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊക്കെ അങ്ങനെ ഫുള്ള് ഷോപ്പിങ്ങിൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് ഷാജിക്ക് സംഗീതത്തിനുള്ള മെറ്റീരിയൽ, അതുപോലെ നമ്മൾ ഹൽദിക്കും ഒക്കെ ഉള്ള മെറ്റീരിയൽസ് എടുത്തായിരുന്നു കേട്ടോ അവര്. ഞാനും ഇക്കാക്കും കുട്ടികൾക്കൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. നമ്മൾ അവിടെ തന്നെ അല്ലേ 28 വരെ. ഇന്നൊരുവിധം ഷോപ്പ് ചെയ്ത് എല്ലാരും ക്ഷീണിച്ചു അല്ലേ? വളരെ വളരെ ക്ഷീണിതരാണ്. ഒരു ഫുഡും കിട്ടിയിട്ടില്ല നമുക്ക്. വീഡിയോ കാണുന്ന പോലെ നല്ല നേരിട്ട് വന്നപ്പോ ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കില്ലത്. യൂട്യൂബിൽ കാണുന്ന പോലെ ഒന്നുമല്ല. നിങ്ങൾ ആരൊക്കെ പറഞ്ഞാൽ 3-4 വട്ടം കഴിക്കുന്നുണ്ട്. 1.5 വട്ടം കഴിക്കണം. ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഞങ്ങളൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണം കഴിച്ച് പിടിച്ചിരിക്കുന്നത്. ഞങ്ങളും കഴിച്ചിട്ടില്ലെന്നേ. അത് ശരി. അപ്പൊ പ്രോട്ടീൻ ബ്രൈഡ് കുറച്ച് നേരം കഷ്ടപ്പെടുന്നുണ്ട്. ബ്രൈഡിന്റെ ഡ്രസ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബ്രൈഡിന്റെ ഡ്രസ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കല്യാണത്തിന് കാണിക്കാം കേട്ടോ. ഡ്രസ്സ് നമ്മൾ അന്ന് ബ്രൈഡിന്റെ ഡ്രസ്സ് നമ്മള് കല്യാണത്തിന് അന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. യെസ്, ഷോളിഞ്ഞും ഡിസൈൻ ചെയ്യാണ്ട് ഞങ്ങൾക്ക് സൈഡ് ഷോളൊക്കെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. അല്ല, ഇനി കുറച്ച് കാലം നമ്മൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് ചെയ്യുമല്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെയാണ് ബിഹൈൻഡ് ദ സീൻസ് എടുക്കേണ്ടത്. ഓളുടെ ഡ്രസ്സ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോ കാണിച്ചു തരല്ലോ ഗൈസ്. അതുകൊണ്ടാണ് ഇതൊക്കെ വീടുകളിലാണ്. അവസാനം അതെ, ഇതാണ് വിളിക്കും ബ്രൈഡിന് ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടി. എന്ത് ഞങ്ങൾ ഓർഡർ ചെയ്യും, അപ്പത്തിന് അവിടെ പോയി തരാം. അല്ല, നമ്മളെങ്ങനെ പോവാ? ഓട്ടോലോ? അൽമൽക്കയിൽ പോയില്ലേ ഹൽദി കളർ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇതുപോലെ മൾട്ടി കളറിൽ ഡൈ ചെയ്തെടുത്ത മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇനി ബാക്കി ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. എന്നിട്ട് ഹൽദിക്ക് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് മെറ്റീരിയൽ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. ആക്കണം ബ്രൈഡൊക്കെ ഒന്ന് കിളി പോയിന്. ഞാൻ ക്യാമറ ഓഫ് കിട്ടുന്നത് തിരക്കിട്ട് എസ്തറ്റിക് വീട്ടിൽ നിന്ന് തന്നെ വിളിയോടുള്ളൂ. ഞാൻ പറഞ്ഞു ചിക്കൻ കഴിച്ചിട്ട് ഞാൻ വരുന്നുള്ളൂ പറഞ്ഞു. ഇങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. തരാം.